നടിയെ ആക്രമിച്ച കേസിൽ മതിയായ തെളിവുകൾ ഇല്ലാത്തതിൻ്റെ പേരിൽ നടൻ ദിലീപ് കുറ്റവിമുക്തൻ ആക്കപ്പെട്ടിരുന്നു. എന്നാൽ ദിലീപ് ഫാൻസ് അതിനുശേഷം വലിയ രീതിയിൽ പ്രതിരോധം തീർക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. വിവാദമായ ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡിലെ ടാമ്പറിംഗ് ഒന്നും നടന്നിട്ടില്ല, അത് പ്രോസിക്യൂഷൻ പോലും സമ്മതിച്ചതെന്ന് കോടതി വിധിയിൽ രേഖപ്പെടുത്തി എന്നാണ് ദിലീപിൻ്റെ പെയ്ഡ് പോരാളികൾ സോഷ്യൽ മീഡിയയിൽ വാദിക്കുന്നത്. എന്നാൽ 3 തവണ ആ മെമ്മറി കാർഡിൽ അതിക്രമിച്ച് കയറിയത് ആരാണെന്നതിൽ ആർക്കും ഉത്തരമില്ല. വിചാരണ കോടതി ഇക്കാര്യം അത് അതിജീവിതയെയോ പ്രോസിക്യൂഷനെയോ അറിയിച്ചില്ല. ആ കാര്യത്തിലും ന്യായീകരണമില്ല. അതുകൊണ്ട് തന്നെ മെമ്മറി കാർഡ് ടാമ്പർ ചെയ്യപ്പെടുകയോ അതിലെ ദൃശ്യങ്ങൾ ചോരുകയോ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളിൽ ഭൂരിഭാഗവും വിശ്വസിക്കില്ല. മെമ്മറി കാർഡ് ടാമ്പർ ചെയ്യപ്പെട്ടില്ല എന്ന വാദം പ്രചരിപ്പിക്കുന്നവർ പറയുന്നത് മുഴുവൻ നുണയാണ്. അതിൻ്റെ പ്രധാന കാരണം നാളെ ഈ ദൃശ്യങ്ങൾ പുറത്തായി കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ പ്രശ്നമല്ല എന്ന് പറഞ്ഞ് തലയൂരാനുള്ളൊരു ശ്രമമാണ്. ആ 3 വ്യക്തികൾ എന്തിന് ആ മെമ്മറി കാർഡിൽ തൊട്ടു, ആർക്ക് വേണ്ടി അവർ അത് ചെയ്തു, എന്താണ് അവർ അതിൽ ചെയ്തത് എന്നതിനൊന്നും ഇനിയും ഉത്തരമില്ല. വളരെ വിദഗ്ധമായി ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും തെറ്റിദ്ധാരണകളും സംശയങ്ങളും പരത്താനും വേണ്ടിയുള്ള ചില ന്യായങ്ങളാണ് ഇപ്പോൾ ദിലീപിൻ്റെ പോരാളികൾ സൈബറിടങ്ങളിൽ പറഞ്ഞ് പരത്താൻ ശ്രമിക്കുന്നത്. അതിലുള്ള മറ്റൊരു കാര്യമാണ് വെറുതെ വലിച്ചെടുക്കുന്ന ശ്രീലക്ഷ്മി എന്ന പേര്. പൾസർ സുനി കുറ്റകൃത്യം ചെയ്യുന്നതിന് തൊട്ട് മുൻപ് വരെ മെസ്സേജ് അയച്ചിരുന്ന ശ്രീലക്ഷ്മി എന്ന സ്ത്രീയെ അവരെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോഴുള്ള വാർത്തകളും കഥകളും മെനയപ്പെടുന്നത്. ആ സ്ത്രീയാകാം സുനി കുറ്റകൃത്യത്തിനിടയിൽ സൂചിപ്പിച്ച കൊട്ടേഷൻ നൽകിയ മാഡം. എന്നാൽ പോലീസ് അവരെ പറ്റിയുള്ള യാതൊരു വിധത്തിലുള്ള അന്വേഷണവും നടത്തിയില്ല എന്നൊക്കെയുള്ള പ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ വിധിപ്പകർപ്പ് ഒന്ന് നല്ലപോലെ വായിച്ചാൽ തീരാവുന്ന സംശയങ്ങളാണ് ഇതെല്ലാം. നമ്മുടെ പോലീസ് വളരെ കൃത്യമായി ശ്രീലക്ഷ്മി എന്ന വ്യക്തിയെ കണ്ടെത്തുകയും ചോദ്യം ചെയ്യുകയും 2 സിം കാർഡുള്ള അവരുടെ ഫോൺ കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ആ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ച് എല്ലാ ഡാറ്റയും ഒരു DVD കോപ്പി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വിധിന്യായത്തിൻ്റെ പൂർണ്ണ രൂപത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് ശ്രീലക്ഷ്മി എന്ന പ്രസ്തുത വ്യക്തി സുനിയുമായി അടുപ്പമുള്ള ആളായിരുന്നു. സുനിയെ കൂടാതെ സുനിയുടെ അനുജത്തി ശോഭന, കസിൻ വിഷ്ണു എന്നിവർക്കൊക്കെ ഇത് അറിയാമായിരുന്നു. അവരുമായും ഇവർക്ക് അടുപ്പമുണ്ടായിരുന്നു. ശ്രീലക്ഷ്മിയുടെ ഫോണിൽ നിന്നും കണ്ടെടുത്ത ഡാറ്റകളിൽ കേസ് സംബന്ധമായ ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ ഒരു സ്ത്രീ എന്ന രീതിയിൽ അവരുടെ പ്രൈവസിയെ ഹനിക്കുന്ന ധാരാളം വസ്തുക്കൾ അതിലുണ്ടായിരുന്നു. അങ്ങനെ അസാധാരണമായി ഒന്നും കണ്ടെത്താത്തതിനാൽ അവരെ ഹാജരാക്കുകയോ അവരുടെ പ്രൈവസിയെ ബാധിക്കുന്ന ഉള്ളടക്കമുള്ള ഡാറ്റകൾ കോടതിയിൽ ഹാജരാക്കുകയോ വേണ്ടതില്ലെന്ന് വാദിഭാഗം തീരുമാനിക്കുകയായിരുന്നു. സ്വാഭാവികമായ ഒരു കാര്യമാണത്. ശ്രീലക്ഷ്മി എന്ന പേര് അവിടെ വെച്ച് അവസാനിക്കുകയാണ്. ശ്രീലക്ഷ്മിയെ കൂടാതെ സുനിയുമായി അടുപ്പമുണ്ടായിരുന്ന ഷൈനി തോമസ് എന്ന സ്ത്രീയുടെ വീട്ടിൽ പോലീസ് സെർച്ച് നടത്തിയിരുന്നു. അവരുടെ ലാപ്ടോപ്പ്, മൊബൈൽ മുതലായ വസ്തുക്കൾ കണ്ടുകെട്ടി ഡാറ്റകൾ കളക്ട് ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. കൊട്ടേഷൻ നൽകിയ സ്ത്രീ എന്ന മൊഴിയിലൂന്നി പോലീസ് യാതൊരു വിധത്തിലുള്ള അന്വേഷണവും നടത്തിയില്ല എന്ന വാദം അതോടെ പൊളിയുകയാണ്. എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും വെളുക്കാത്ത ഒരു അഴുക്കാണ് ഈ കേസിൽ നടൻ്റെ ബന്ധം. അഖിൽമാരാരും രാഹുൽ ഈശ്വറും പണിക്കരും പെരുമനയും ഒക്കെ ഒരുമിച്ച് നിന്ന് വാഴ്ത്തിപ്പാടിയാലും ഈ അതിജീവിതയുടെ പുറകെ ജനങ്ങളെന്നും ഉണ്ടാകും. അവർക്ക് 100% നീതി ലഭിക്കുന്നതുവരെ ഈ നിയമ പോരാട്ടം തുടരുകയും ചെയ്യും.